സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണിമംഗലത്ത് വരുണിൻ്റെ പ്രിയങ്കേൻ്റെ പ്രശ്നത്തെക്കുറിച്ചാണ് കേട്ടോ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. വരുണാണെങ്കിൽ പരമേശ്വരൻ തല്ലിയതിന് തൊട്ട് പിന്നാലെ തന്നെ ആരോടൊന്നും പറയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയല്ലോ. അത് കാരണം എല്ലാവരും വരുൺ തിരിച്ചു വരാനായിട്ട് കാത്തിരിക്കുകയാണ്. ഈ സമയത്തായിരിക്കും വരുൺ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അങ്ങനെ വരുണിനെ കാണുന്നതും പരമേശ്വരനും മുത്തശ്ശിയും എല്ലാവരും വരുണിനെ ചോദ്യം ചെയ്യുവാണ്. എന്താ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം? എന്തിനാ നീ വിവാഹം കഴിഞ്ഞ നാൾ മുതൽ പ്രിയങ്ക എങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ വരുണിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് സ്റ്റുഡിയോയിലിരിക്കുന്ന ശ്യാമേനെയാണ്. ശ്യാമയുടെ മനസ്സിനുള്ളിലുള്ള ആളലുണ്ടല്ലോ, അത് ഇതുവരെ മാറിയിട്ടില്ല കേട്ടോ. അങ്ങനെ മ്യൂസിക് ഡയറക്ടർ ശ്യാമയോട് ചോദിക്കണേ, മാഡം ഇപ്പോൾ ഓക്കെ ആയോ? അന്നേരം ശ്യാമ പറയണേ, ഇല്ലടോ, മനസ്സിൽ എന്തോ ഒരു ഭാരമുള്ള പോലെ വല്ലാത്തൊരു അസ്വസ്ഥത തോന്നുന്നു. എനിക്ക് പറ്റാഞ്ഞിട്ടാടോ, താൻ തൽക്കാലം മറ്റാരെങ്കിലും കൊണ്ട് പാടിക്കോ. അന്നേരം ആ ഡയറക്ടർ പറയണേ, അത് പിന്നെ ശ്യാമ മാഡത്തെ കൊണ്ട് തന്നെ പാട്ട് പാടിക്കണമെന്ന് പ്രൊഡ്യൂസറിന് നിർബന്ധമുണ്ട്. പിന്നീട് കാണിക്കുന്നത് അമ്പലത്തിലെ പൂജ നടക്കുന്നതാണ്. അങ്ങനെ പത്മനാഭൻ തിരുമേനി ഹോമകുണ്ടത്തിൽ പൂക്കളും മറ്റും അർപ്പിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ദേവനും യശോദയും മുത്തശ്ശിയും രാധികയും എല്ലാവരും അവിടെ പ്രാർത്ഥനയോടുകൂടി ചുറ്റും കൂടി നിൽക്കുവാണ് കേട്ടോ. അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞ് പത്മനാഭൻ എഴുന്നേറ്റിട്ട് പറയണേ, പ്രശ്നപരിഹാരത്തിൽ തെളിഞ്ഞത് എന്താണെന്ന് ഞാൻ പറയാം. ആദ്യം കുട്ടി ഇങ്ങോട്ട് കയറി വരൂ എന്ന് പറഞ്ഞ് രാധികയെ അരികിലേക്ക് വിളിക്കുവാണ്. രാധിക അങ്ങനെ തിരുമേനിയുടെ അരികിലേക്ക് ചെല്ലുവാണ് കേട്ടോ. ഈ സമയം തിരുമേനി രാധികയുടെ കഴുത്തിൽ കിടക്കുന്ന ആ താലി ചൂണ്ടിക്കാട്ടിയിട്ട് പറയുവാണ്, ഭഗവാനെ കളങ്കിതനാക്കുന്ന രീതിയിൽ ഇങ്ങനെ ഒരു താലിച്ചാരട് നിന്റെ കഴുത്തിൽ ഇനി വേണ്ട. അതിപ്പോൾ തന്നെ പൊട്ടിച്ച് ഈ ഹോമകുണ്ടത്തിലേക്ക് എറിയണം. അത് കേൾക്കുന്നതും രാധിക അതിന് പറ്റില്ലെന്ന് പറയുവാണ് കേട്ടോ. അങ്ങനെ രാധിക അത് ചെയ്യാതിരിക്കുന്നത് കാണുമ്പോൾ തിരുമേനി തന്നെ രാധികയുടെ കഴുത്തിൽ കിടക്കുന്ന ആ താലി പിടിച്ച് പൊട്ടിക്കാൻ ശ്രമിക്കുകയാണ്. ഈ സമയം രാധിക തിരുമേനിയുടെ കൈയൊക്കെ തട്ടിമാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് അപ്പോൾ പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രൊമോ റിവ്യൂ അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്